ഈ പ്രൊഫസർ നാരങ്ങയുടെ നീരെടുത്ത് ഒരു പേപ്പറിന്റെ പുറകിൽ പുരട്ടുന്നു. എന്നിട്ട് അതിലേക്ക് ഊതുന്നു. പെട്ടെന്ന് അതിൽ നമ്പറുകൾ തെളിഞ്ഞു വരുന്നു. കൂടുതൽ നാരങ്ങ എടുത്ത് പേപ്പറിന്റെ പുറകിൽ പുരട്ടുന്നു. ഹെയർ ഡ്രയർ ഉപയോഗിച്ച് കാറ്റടിക്കുന്നു. ഒരുപാട് നമ്പറുകൾ തെളിഞ്ഞു വരുന്നു. അവരത് എഴുതിയെടുക്കുന്നു. പിന്നീട് അവർ മനസ്സിലാക്കുന്നു ഈ നമ്പറുകൾ US പാരാമീറ്റേഴ്സ് ആണെന്ന്. പ്രൊഫസർ ഒരു ഡോളർ എടുത്ത് ഒരു വാട്ടർ ബോട്ടിൽ ലെൻസായി ഉപയോഗിച്ച് പരിശോധിക്കുന്നു. അതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന ഇൻഡിപെൻഡൻസ് മെമ്മോറിയൽ ബിൽഡിംഗിലെ ക്ലോക്കിൽ 2:22 എന്ന സമയം കാണിച്ചിരിക്കുന്നതായി അയാൾ മനസ്സിലാക്കുന്നു. അവർ ഉടനെ ഇൻഡിപെൻഡൻസ് മെമ്മോറിയൽ ബിൽഡിംഗിലേക്ക് പോകുന്നു. അതിലെ ക്ലോക്കിൽ 2:22 സമയം കാണിക്കുമ്പോൾ ആ ടവറിന്റെ നിഴൽ അടുത്തുള്ള ഭിത്തിയിൽ വീണതായി കാണുന്നു. അവർ ഉടനെ അങ്ങോട്ടേക്ക് പോകുന്നു. ഭിത്തിയിൽ അയാൾ ഒരു പ്രത്യേക മാർക്ക് ചെയ്തിട്ടുള്ള കല്ല് കാണുന്നു. പ്രൊഫസർ ഒരു കത്തി ഉപയോഗിച്ച് ആ കല്ല് ഇളക്കിയെടുക്കുന്നു. ആ കല്ലിന്റെ ഉള്ളിൽ നിന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു ഗ്ലാസ് കിട്ടുന്നു. അതുപയോഗിച്ച് നേരത്തെയുള്ള പേപ്പറിൽ നോക്കുമ്പോൾ അതിൽ ഒരു പാറ്റേൺ തെളിഞ്ഞു വരുന്നു. ഗ്ലാസിന്റെ ലെൻസ് മാറ്റുമ്പോൾ പേപ്പറിലെ പാറ്റേണും മാറി വരുന്നു. അതിൽ നിന്നും അയാൾ നിധിയിരിക്കുന്ന സ്ഥലം മനസ്സിലാക്കുന്നു. അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും മ്യൂസിയത്തിൽ അതിക്രമിച്ച് കയറിയതിന് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അയാളെ ജയിലിലേക്ക് മാറ്റുന്ന വഴി അയാൾ കായലിലേക്ക് ചാടി രക്ഷപ്പെടുന്നു. വെള്ളത്തിനിടയിൽ വെച്ച് ആരോ അയാളെ രക്ഷിക്കുന്നു. അത് മറ്റാരുമായിരുന്നില്ല, അയാളുടെ എക്കാലത്തെയും വലിയ ശത്രുവായിരുന്നു. നിധി കണ്ടുപിടിച്ച് അയാൾക്ക് കൊടുക്കാനായിട്ടായിരുന്നു അങ്ങനെ ചെയ്തത്. പ്രൊഫസറുടെ അച്ഛനെയും അവർ ബന്ദികളാക്കിയിരുന്നു. നിധിയിരിക്കുന്ന സ്ഥലത്തേക്ക് പ്രൊഫസർ അവരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. നിധിയിരിക്കുന്ന സ്ഥലത്തേക്കുള്ള വഴി അവർ പൊളിക്കുന്നു. അതിലൂടെ കയറി അവർ എത്തിയത് തടികൊണ്ട് നിർമ്മിച്ച ഒരു വലിയ കുഴിയിലേക്കാണ്. പ്രൊഫസർ അതിനു നടുവിലെ വലിയൊരു വിളക്ക് കത്തിക്കുന്നു. പക്ഷേ അവർക്ക് അറിയാത്ത ഒരുപാട് അപകടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു.